ഡിജിറ്റൽ ലോകത്ത് അക്ഷരങ്ങൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് അവയുടെ ഫോണ്ടുകൾക്കുമുള്ളത്. ഭാഷ ഏതായാലും പ്രത്യേക ഫോണ്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിലും അത് പ്രതിഫലിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾക്ക് ഇത്തരത്തിൽ വ്യത്യസ്ത ഫോണ്ടുകൾ നൽകുന്നതിലൂടെ വായനക്കാരെ ആകർഷിക്കാൻ സാധിക്കും. എന്നാൽ അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ പണിപാളും. പറയുന്നത് മറ്റാരുമല്ല, ഇലോൺ മസ്ക് ആണ്. എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റുകളിലെ ഫോണ്ടുകൾ സംബന്ധിച്ചാണ് ഇലോൺ മസ്ക് നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എക്സിന്റെ ഉപയോക്താക്കൾക്ക് ബോൾഡ് ഫോണ്ടിന്റെ ഉപയോഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉടമ ഇലോൺ മസ്ക്. വെറുതെ ഒരു ആവശ്യം മാത്രമല്ല ഇത്. ഇനി ഇത്തരത്തിൽ അമിതമായി ബോൾഡാക്കുന്ന പോസ്റ്റുകൾ എക്സിന്റെ പ്രധാന ടൈംലൈനിൽ നിന്ന് പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കില്ല എന്ന് കർശനമായി തന്നെ പറയുന്നുമുണ്ട്. കട്ടികൂടിയ അക്ഷരങ്ങൾ കൊണ്ട് നിറഞ്ഞ പോസ്റ്റുകൾ വായിച്ച് തന്റെ കണ്ണിൽ നിന്നും ചോര പൊടിയുന്നുവെന്നും മസ്ക് എക്സിൽ കുറിച്ചു. മുമ്പ് വെബ്സൈറ്റ് വഴി എക്സ് ഉപയോഗിച്ചിരുന്നവർക്ക് വേണ്ടി മാത്രമായിരുന്നു ഇറ്റാലിക്സ് ബോണ്ട് ഫോണ്ടുകൾ അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ iOS, ആൻഡ്രോയിഡ് ഫോണുകളിലെ എക്സ് ആപ്പിൽ കൂടി ഫോണ്ട് മാറ്റാം. ഇതോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. സോഷ്യൽ മീഡിയ കുറിപ്പുകളുടെ പ്രത്യേക ഭാഗങ്ങൾ ഊന്നിപ്പറയാൻ കട്ടികൂടിയ അക്ഷരങ്ങളെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചർ പലരും തലങ്ങും വിലങ്ങും ഉപയോഗിച്ച് തുടങ്ങിയതോടെ പോസ്റ്റുകളുടെ ഭംഗി നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, ഇവ വായിക്കാനും ഇത്തിരി കഷ്ടപ്പെടേണ്ട അവസ്ഥയായി. ഇതോടെയാണ് അറ്റകൈ പ്രയോഗവുമായി മസ്ക് തന്നെ മുന്നിട്ടിറങ്ങിയത്. ഇനി മുതൽ പോസ്റ്റിലെ ബോൾഡ് ഫോണ്ട് വായിക്കണമെങ്കിൽ ഓരോ പോസ്റ്റിലും പ്രത്യേകം കയറി നോക്കണം. അല്ലാതെ എക്സ് തന്നെ പ്രാധാന്യം നൽകി പ്രധാന ടൈംലൈനിൽ പ്രദർശിപ്പിക്കുന്ന ആ പരിപാടി അങ്ങ് നിർത്തി. ഡിജിറ്റൽ ലോകത്ത് നല്ല ഫോണ്ടുകൾക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം റീഡബിലിറ്റി തന്നെയാണ്. നല്ല നിർവചനമുള്ള വ്യക്തമായ ഫോണ്ടുകൾ കൂടുതൽ വായിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഡിസ്ലെക്സിയ പോലുള്ള വിഷ്വൽ പ്രോസസ്സിംഗ് വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക്. ലളിതമായ അക്ഷരരൂപങ്ങളും സ്ഥിരമായ സ്പേസിങ്ങും ഉള്ള ഫോണ്ടുകൾക്ക് മികച്ച അംഗീകാരവും ലഭിക്കാറുണ്ട്. അടുത്തത് ഒരു ഫോണ്ടിൻ്റെ എസ്തെറ്റിക് വശമാണ്. സൗന്ദര്യാത്മകമായി ഒരു ഫോണ്ട് ഉപയോഗിച്ച് മൊത്തത്തിലുള്ള ഉപഭോക്തൃ അനുഭവം മാറ്റിമറിക്കാൻ സാധിക്കും. എന്നാൽ സൗന്ദര്യാത്മക ആകർഷണത്തിനായി വായനാക്ഷമത ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. പിന്നീടുള്ളത് ബ്രാൻഡിംഗ് ആണ്. ഒരു വെബ്സൈറ്റിൻ്റെയോ പേജിൻ്റെയോ ബ്രാൻഡിങ്ങിലെയും ഐഡൻറ്റിറ്റിയിലേക്കും ഫോണ്ടുകൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫോണ്ട് ആളുകൾക്ക് വായിക്കാൻ എളുപ്പമാണെന്നതും ഡിസൈൻ പ്ലാനുമായി നന്നായി യോജിക്കുന്നുവെന്നും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അതിനോടൊപ്പം സ്ഥിരമായി ഒരു പ്രത്യേക ഫോണ്ട് ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരു ബ്രാൻഡ് വേഗത്തിൽ പതിയാൻ സാധിക്കുകയും ചെയ്യും. ഫോണ്ട് കണ്ട് ബ്രാൻഡ് തിരിച്ചറിയാൻ സാധിക്കുന്നതും ഇങ്ങനെയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.